കൂട്ടുകാരെ, ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ മഹേഷ് ഇഷിതയിലേക്ക് അടുക്കുന്നു. അതേ പ്രേക്ഷകരെ, നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷം വന്നെത്തുന്നു. നമ്മുടെ മഹേഷ് ഫുൾ ടൈം ഇപ്പോൾ ഇഷിതയുടെ ചിന്തകളിലാട്ടോ. ഇഷിതയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇഷിത അങ്ങോട്ട് പിടി കൊടുക്കുന്നില്ല. ഇഷിത അങ്ങോട്ട് തെന്നി മാറുക. വേറെ നല്ല തന്നെ ഒരു അറിയാൻ വയ്യാത്തൊരു കേസിലാണെങ്കിൽ കൂടി തന്നെയും തൻ്റെ അച്ഛനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതാണല്ലോ. ആ ഒരു ദേഷ്യവും വാശിയൊക്കെ നമ്മുടെ ഇഷിതയ്ക്ക് ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ചിപ്പിമോള് വഴി നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷിതയ്ക്കൊപ്പം കളിക്കാൻ അയക്കുകയും അവൾ ഇഷിതയുടെ വീട്ടിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം എന്താ പറയുക, റോഡിലൂടെ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇഷിതയുടെ പുറകെ സംസാരിക്കാനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇഷിത ഒന്നിനും മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ. സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇഷിത അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാനില്ല പ്രത്യേകിച്ച് എന്നും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫുൾ ടൈം നമ്മുടെ ഇഷിതയുടെ ചിന്തകളിൽ മുഴുകിയിരിക്കുക നമ്മുടെ മഹേഷ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രചന നമ്മുടെ ഇഷിതയെ കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ചിപ്പിമോളെ തൻ്റെ കൈകളിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാട്ടോ. അശോകും കൂടെയുണ്ട്. അപ്പോൾ അശോകും പറയുന്നുണ്ട്, എങ്ങനെയും ഇഷിതയെ തങ്ങളുടെ വരുതിയിലാക്കിയിട്ട് ചിപ്പിമോളെ നമുക്ക് സ്വന്തമാക്കണം, അങ്ങനെ ഒരു തിരിച്ചടി മഹേഷിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ രചനയും നമ്മുടെ അശോകും തമ്മിൽ ഭയങ്കര പ്ലാനിങ് ആട്ടോ നമ്മുടെ ഇഷിതയെ ആ ഒരു പരിധിയിൽ നിർത്തിയിട്ട്. അപ്പോൾ എന്താകും കഥ? നമ്മുടെ രചനയുടെ ചതിയൊക്കെ നടക്കുമോ? നമ്മുടെ മഹേഷും ഇഷിതയും തമ്മിൽ എന്നായിരിക്കും ഒന്നാകുന്നത്? നമ്മുടെ മഹേഷ് എപ്പോഴായിരിക്കും നമ്മുടെ ഇഷിതയ്ക്ക് മുന്നിൽ മനസ്സ് തുറക്കാൻ പോകുന്നത്? അല്ലെ പ്രേക്ഷകർ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.